കേരളത്തിലെ പ്രമുഖ തീർത്ഥകേന്ദ്രങ്ങളിൽ ഒന്നായ പാവറട്ടി വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. പാവറട്ടി 150ാം തിരുനാളിനോടനുബന്ധിച്ച് എന്തൊക്കെ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. പാവറട്ടി വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥകേന്ദ്രത്തിൽ ഊട്ടുനേർച്ചയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നേർച്ച ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഊട്ടുകമ്മിറ്റി സമഗ്രമായ സംവിധാനങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നേർച്ചയൂട്ടിനായി തയ്യാറാക്കിയ പാചകപ്പുരയിൽ അടുപ്പുകൾ കഴിഞ്ഞ ദിവസം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വെഞ്ചരിക്കുകയും തെളിയിക്കുകയും ചെയ്തതോടെയാണ് കലവറ ഒരുക്കങ്ങൾക്ക് തുടക്കമായത്. തിരുനാൾ ദിനങ്ങളിലെത്തുന്ന ഭക്തർക്ക് വിപുലമായ രീതിയിലുള്ള നേർച്ചാ ഭക്ഷണമാണ് എല്ലാ വർഷവും ഒരുക്കാറുള്ളത്. എന്നാൽ ഇത്തവണ പുതിയ വിഭവമായ കാളനും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട്. 1500 കിലോ കായയാണ് ഇതിനായി എത്തിച്ചിരിക്കുന്നത്. മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ ഭക്തജനങ്ങളെ ഊട്ടിന് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് മൂലം 250 ചാക്ക് അരിയാണ് ഊട്ടുനേർച്ചയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. അരി കഴുകുന്നതിനും വേവിക്കുന്നതിനും ഓട്ടോമാറ്റിക് മെഷീനുകളും സ്റ്റീമറുകളും ഒരുക്കിയിട്ടുണ്ടെന്നും ഗ്യാസിന്റെ അഭാവം മൂലമാണ് പാചകത്തിനായി മെഷീനുകൾ ഉപയോഗിച്ചതെന്നും അരിവെപ്പ് കമ്മിറ്റി കൺവീനർ ജോസഫ് ഡി കൊള്ളന്നൂർ പറഞ്ഞു. പെരുന്നാളാണ് ഇപ്രാവശ്യം. അപ്പോൾ ഇത്തവണ ഭക്തജനങ്ങളെ കൂടുതൽ ഊട്ടിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 250 ചാക്കോളം അരി നമ്മൾ പാകം ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഓട്ടോമാറ്റിക് മെഷീനിലാണ് അരി കഴുകണത്. ഒരു 3 റൗണ്ട് അരി കഴുകും. അതുപോലെ പാകം ചെയ്യണത് സ്റ്റീമർ വെച്ചിട്ടാണ്. അപ്പോൾ കൈകൊണ്ട് തൊടണില്ല. എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് മറ്റേ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യണത്. അല്ല, മെഷീൻ കഴിഞ്ഞ തവണയുണ്ട്. സ്റ്റീമറിൽ പാത്രങ്ങൾ കൂട്ടിയിട്ടുണ്ട്, പാകം ചെയ്യാൻ വേണ്ടി കൂട്ടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ എല്ലാവിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. വളരെ ചിട്ടയായ രീതിയിലാണ് കലവറ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഗ്യാസിന്റെ പ്രതിസന്ധി നേരിടുമ്പോഴും അതിനെ മറികടക്കാൻ വേണ്ടി ആളുകളുടെയും അടുപ്പുകളുടെയും മെഷീനുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും തിരുനാളിനെത്തുന്നവർക്ക് ഭക്ഷണം സൗകര്യപ്രദമായ രീതിയിൽ വിതരണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ വ്യത്യസ്തമായി ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ടെന്നും കലവറ കമ്മിറ്റി കൺവീനർ ആൽബർട്ട് തരകൻ പറഞ്ഞു. ജൂബിലി തിരുനാളിനനുബന്ധിച്ച് ചോറ് വെച്ച് തരുന്ന കറി വെച്ച് തരുന്നതൊക്കെ വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുന്നതാണ് കലവറ കമ്മിറ്റി. കലവറ കമ്മിറ്റി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കലവറ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പാർസൽ ചെയ്തിരുന്നത് ആ സ്കൂളിലാണെങ്കിൽ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് ഈ കലവറ കമ്മിറ്റിയുടെയും വിതരണ കമ്മിറ്റി നേതൃത്വത്തിലെ ഇതിനോടനുബന്ധിച്ച് ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭക്ഷണം ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് എന്നാൽ നമ്മളിവിടെ പാകം ചെയ്യുന്ന ഭക്ഷണം അതേ ചൂടിലും തന്നെ ആളുകൾക്ക് കൊടുക്കാനും ഭക്ഷണം കൃത്യസമയത്ത് വിതരണം ചെയ്യാനും അതിന് കഴിയുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. നേർച്ചയൂട്ടും മറ്റ് ചടങ്ങുകളും നടത്താൻ വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കൂടാതെ വിവിധ മേഖലകളിലായി ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തിരുനാളിനിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് തിരക്ക് കൂടാതെ വേഗത്തിലും സൗകര്യപ്രദമായും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി പ്രത്യേക കൌണ്ടറുകളും നിയന്ത്രണ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. പാവറട്ടി തിരുനാളിനെ വരവേൽക്കാനായി എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അൾത്താരയായിക്കോട്ടെ അല്ലെങ്കിൽ കലവറയായാലും എല്ലാവിധ ഒരുക്കങ്ങളുമാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. നിരവധി പ്രോഗ്രാമുകളും ജനത്തിരക്ക് മൂലം പ്രതീക്ഷിച്ചിട്ടുള്ള തിരക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ മുനീഷിനൊപ്പം ആവണി കെ സുരേഷ്.